ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറയുന്നത് പോലെ നിമി നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിമിയുടെ സൈറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ അതിൽ നമുക്ക് എന്തൊക്കെയാണ് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിമി അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയി വരികയാണല്ലേ. നമുക്കറിയാം നിമിയിലുള്ള അതേ പോയിൻറ്റ്സ് അതേ സെൻറ്റൻസ് ആക്കി എടുത്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ഓവർസീസ് ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാമുകൾക്കും നിമിയിലുള്ള പോയിൻറ്റ്സ് അതേപടി എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് വരികയാണ്. സോ അപ്പോൾ അത്രയും നമ്മൾ കുറച്ചുകൂടി നിമി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. സിവിൽ എഞ്ചിനീയറിംഗ് നോട്ടിഫിക്കേഷൻസ് PSC റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സാമുകളൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ്. അതുപോലെ പ്ലേലിസ്റ്റിൽ ഈ ചാനലിലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സിക്ക് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ നിമിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതിൽ ഡെമോ വീഡിയോസും അവൈലബിൾ ആണ്. അത് പോയിട്ട് 59 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാ വീഡിയോസും അതിൽ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ബാക്കി കുറേ വീഡിയോസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആദ്യം നിങ്ങൾ ഏത് ബ്രൗസറാണോ യൂസ് ചെയ്യുന്നത് അതിൽ നിങ്ങൾ പോയി ഫാരസ് സ്കിൽസ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഈ ഒരു ഫാരസ് സ്കിൽസ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ ഈ ഒരു ഫാരസ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഒരു ടാബ് വരും. അതിൽ ഫസ്റ്റ് കാണുന്ന ഫാരസ് സ്കിൽസ്, ഓക്കെ, ഈ ഒരു സൈറ്റ് അതായത് https farasskills.gov.in അതിൽ ഈ ഒരു ഫാരസ് സ്കിൽസ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് വരും. അതിൽ CTS CITS അപ്രന്റീസ്ഷിപ്പ്, അതുപോലെ ITI ബ്ലെൻഡഡ് ലേണിംഗ്, TOT ബ്ലെൻഡഡ് ലേണിംഗ്, ഫാരസ് സ്കിൽ ഫോറം. ഓക്കെ, ഈ ഓപ്ഷൻസിൽ കാണും. അതിൽ CTS എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, CTS എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ITIയിൽ ഉള്ള എല്ലാ ട്രേഡും നമുക്ക് കാണാൻ കഴിയും. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. ഓക്കെ, അങ്ങനെ ITIയിലുള്ള എല്ലാ ട്രേഡും എല്ലാ കോഴ്സും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഒരു നിമി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ അല്ലാത്ത കുട്ടികളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രേഡ് ഏതാണോ, ഇപ്പം ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഇലക്ട്രീഷ്യനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് നോക്കാം. അതുപോലെ ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ഓരോ നിങ്ങളുടെ ട്രേഡ് ഏതാണോ ആ ട്രേഡ് നിങ്ങൾക്ക് ഇതിന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഫിസിക്കലായിട്ട് കിട്ടത്തില്ല, ഡൗൺലോഡ് ചെയ്ത് അതായത് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടത്തില്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്ത് PDF ആക്കി എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഈ ഒരു ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ്, എംപ്ലോയബിലിറ്റി സ്കില്ല്, ക്വസ്റ്റ്യൻ ബാങ്ക്, മോക്ക് ടെസ്റ്റ്, QP ആൻഡ് കരിക്കുലം, ലേണിംഗ്, ഓക്കെ, ഇങ്ങനെ ഓപ്ഷൻസ് കാണാം. അതിലൊരു സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസിൽ ആദ്യം നിങ്ങൾക്ക് ട്രേഡ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അത് നമ്മുടെ PSC എക്സാമിന് ആവശ്യമില്ല. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു ITI എന്ന് പറയുന്നത് നാഷണൽ ട്രേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി, അതുപോലെ ഇംഗ്ലീഷ്, തമിഴ്, അതുപോലെ ഗുജറാത്തി ഇത്രയും ലാംഗ്വേജസിൽ നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കതിൽ ഇംഗ്ലീഷ് എടുക്കാം. ആദ്യം ഫസ്റ്റ് ഇയർ ഇപ്പം നമുക്ക് മുന്നേ 2019 ആ ഒരു വർഷത്തിലൊക്കെ അതുവരെയൊക്കെ ഈ ഒരു ITയുടെ 4 സെമസ്റ്ററായിട്ടാണോ നമ്മുടെ എക്സാം നടത്തിയിരുന്നത്. സോ ആ സമയത്തൊക്കെ അതുപോലെ 4 മൊഡ്യൂൾ ബേസ് ആയിട്ടായിരുന്നു അവർ നോട്ട് PDF ഇതിൽ അവൈലബിൾ ആക്കിയിരുന്നത്. ഇപ്പോൾ അത് 2 വർഷം ആക്കിയിട്ടുണ്ട്. അതായത് 2 എക്സാമാണ് അവർ നടത്തുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു 2 സെക്ഷൻ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, അങ്ങനെ 2 സെക്ഷനായിട്ടാണ് നമുക്കിപ്പോൾ PDF ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നിങ്ങളതിൽ ഫസ്റ്റ് ഇയർ എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ
ആ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ ആ ഒരു നോട്ട്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, നിങ്ങളത് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുക ഓപ്പൺ ആയിട്ട് വരാൻ. കുറേ അധികം പേജസ് ഉണ്ട്, ഏകദേശം 300 കൂടുതൽ പേജസ് ഉണ്ട്. സോ ചിലപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും ലോഡായി വരാനായിട്ട്. ലോഡായി വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും ആദ്യം കാണാവുന്നത്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു PDF-ൻ്റെ ഇൻഡെക്സ് കാണാൻ കഴിയും. ഓക്കെ, അതിലുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ മൊഡ്യൂൾ 1 സേഫ്റ്റി, ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. താഴെ അതായത് മൊഡ്യൂൾ 2 ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് മുതലുള്ള പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡെക്സ് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാം, അതിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ കാണിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് പിക്ക് ചെയ്ത ഓരോ ടോപ്പിക്ക് നിങ്ങൾ എങ്ങനെയാണ് എടുത്ത് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പേജ് നമ്പർ 22 മുതലാണുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് നമ്പർ 22 പോവുക. ഓക്കെ, പേജ് നമ്പർ 22 പോകുമ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നത് കാണാൻ കഴിയും. അതിലാദ്യം കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവർ തിയറി രൂപത്തിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കതൊന്നും ആവശ്യമില്ല. ഓക്കെ, ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഈ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു നിമി PDF നിങ്ങൾ കാണുന്നതെങ്കിലും നിങ്ങളിതൊക്കെ ഇങ്ങനെ കുറേ വാരി വലിച്ചിട്ട് നോട്ട്സ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, മറ്റത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് ഇങ്ങനെ നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് ചോദിച്ചു വരുന്നത് കൊണ്ട് നിങ്ങളുടെ PSC, നിങ്ങൾ ഏത് PSC കോച്ചിങ് സെൻറ്ററിലാണോ പോകുന്നത് അവിടെ ഈ നിമിയിലുള്ള പോയിൻറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നിങ്ങൾക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ മറ്റൊരു കാര്യം, അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കോച്ചിങ് സെൻറ്ററുകൾ വേണം നിങ്ങളെപ്പോഴും തിരഞ്ഞെടുക്കാൻ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയുള്ള നോട്ട്സ്, ഇപ്പം നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്ററിലാണോ പോകുന്നത് അവിടെയുള്ള നോട്ട്സ് നിങ്ങൾ ആദ്യം താറാവായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരികയാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റ്സ് നിങ്ങൾ കോച്ചിങ് സെൻറ്ററിൽ തന്നിട്ടുള്ള നോട്ട്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിമ്മിയിൽ ചിലപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾ ഏതാണെന്ന് നോക്കിയിട്ട് നിമ്മി PDF-ലെ ഇൻഡെക്സ് നോക്കിയിട്ട് അതേത് പോർഷനാണ് വരുന്നത്, ഏത് പേജ് നമ്പറിലാണ് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ തന്നെ ഡ്രോയിങ് ബോർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഡ്രോയിങ് ബോർഡിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സൈസൊക്കെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ, നിങ്ങൾ ഏത് കോച്ചിങ് സെൻറ്ററാണോ പോകുന്നത് അവിടെയുള്ള ഈ ഒരു പോർഷൻ, അതായത് ഡ്രോയിങ് ബോർഡിൻ്റെ പോർഷൻ നിങ്ങൾ കോച്ചിങ് സെൻറ്ററോളം നോട്ട് വെച്ച് പഠിച്ചതിന് ശേഷം ഈ ഒരു നിമി PDF-ലോട്ട് വന്നിട്ടും നിങ്ങൾ ആ ഒരു പോർഷൻ നിമി PDF-ൽ എന്തൊക്കെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങളത് ഫുള്ള് നോക്കുക. ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ IS കോഡ് പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഫിഗറിൽ അതിൻ്റെ പാർട്സ് പറയുന്നുണ്ട്, അതിൻ്റെ സൈസ് പറയുന്നുണ്ട്, ദെൻ അതിൻ്റെ ഫോളോയിങ് പ്രിക്കോഷൻസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്ന പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷൻ 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് ഓർമ്മ വരും. പിന്നീട് എവിടെയെങ്കിലും നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ആ ഒരു പോയിൻറ്റ്സ് ഇങ്ങനെ നിമ്മിയിലുണ്ടായിരുന്നു എന്നൊരു നിങ്ങൾക്ക് മൈൻഡിൽ വരും. ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 2 രീതി പറഞ്ഞു. ഒന്നാമത്തത്, നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലുള്ള നോട്ട്സ് നിങ്ങൾ ഓരോ പോർഷൻ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രോയിങ് ബോർഡ്. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞത് നമ്മൾ ടി സ്ക്വയർ എന്നൊരു പോർഷൻ നിങ്ങൾ കോച്ചിങ് സെൻറ്ററിലുള്ള നോട്ട്സ് വായിച്ചതിന് ശേഷം നിമ്മിയിലോട്ട് വന്നിട്ട്, നിമ്മിയുടെ PDF-ലോട്ട് വന്നിട്ടും ആ നിമ്മിയുടെ PDF-ലും ടി സ്ക്വയർ എന്ന പോർഷനിലുള്ള നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, അതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നോട്ട്സ് എല്ലാം പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ നിങ്ങളുടെ നോട്ട്സിൽ, കോച്ചിങ് സെൻറ്ററിലുള്ള നോട്ട്സിൽ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ്, ഞാൻ പറയുന്നത് ഗ്രേഡ് 3, ഗ്രേഡ് 2 എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിലുള്ള നോട്ട്സിൽ ഇല്ല എന്ന് തോന്നുന്ന പോർഷൻസ് നിങ്ങൾ നിമ്മിയിലോട്ട് വരിക. നിമ്മിയിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏത് പോർഷനിലാണ് അല്ലെങ്കിൽ ഏത് പേജ് നമ്പറിലാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആ ഒരു രീതിയിൽ നോക്കുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞ മെത്തേഡ് ആരെയും കൂടുതൽ യൂസ് ആവുക നിങ്ങൾക്ക്.
ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ടും പാരലായിട്ട് പഠിച്ച് പോകാൻ പറ്റും. അതായത് കോച്ചിങ് സെൻറ്ററിലെ നോട്ടും അതായത് സെയിം ടോപ്പിക്ക് നമ്മുടെ നിമ്മിയിലുള്ള PDF വായിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടും പാരലായിട്ട് നമുക്കത് കംപ്ലീറ്റ് ആക്കി പോകാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു രീതിയിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നിങ്ങൾ ഈ ഒരു PDF നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഇത്രയും വാരി വലിച്ചൊക്കെ കിടക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, ആ ഒരു രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇയർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി അടുത്ത് പുറകിലോട്ട് ബാക്ക് അടിച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് തിയറിയിൽ തന്നെ ട്രേഡ് തിയറി സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനാണ്. നിങ്ങൾ എപ്പോഴും ഇംഗ്ലീഷ് വേണം തിരഞ്ഞെടുക്കാം. ആ ഒരു PDF ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി വരുന്നത്. ഡ്രാഫ്റ്റ്മാൻ സിവിൽ സെക്കൻഡ് ഇയർ ട്രേഡ് തിയറി. ഇതിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടതുപോലെ മൊഡ്യൂൾ വൈസ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മൊഡ്യൂൾ ഓൺ ബിൽഡിംഗ് ഡ്രോയിങ്, കമ്പ്യൂട്ടർ പ്രാക്ടിക്കൽ, 3D മോഡലിംഗ്, CAD, ബിൽഡിംഗ് ഡ്രോയിങ്, റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ, അതുപോലെ സ്റ്റീൽ സ്ട്രക്ചർ, എല്ലാ ടോപ്പിക്കും, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി, റോഡ് എഞ്ചിനീയറിംഗ്, എല്ലാ ടോപ്പിക്സും നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബേക്കടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഇതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ടാപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബ് നിങ്ങൾക്ക് ഓപ്പണായി വരും. അതിൽ ഈ ഒരു ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഫസ്റ്റ് ഇയർ സെറ്റ്, അതുപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെറ്റ്, അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതുപോലെ മോക്ക് ടെസ്റ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നിമ്മിയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. നിമ്മി PDF ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു രീതിയിൽ നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും എളുപ്പ രീതിയായിട്ട് നിങ്ങൾ സെൽഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഈ ഒരു 2026 ജൂൺ മുതലുള്ള മാസങ്ങളിൽ നമ്മുടെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വാല്യൂ ഉള്ള മാസങ്ങളാണ്. ഒരുപാട് എക്സാമുകൾ, ഒരു 7-8ഓളം എക്സാമുകൾ നടക്കുന്ന ടൈമാണ്. ഇതേപോലെ സെയിം അവസ്ഥയായിരുന്നു നമ്മുടെ ഈ ഒരു 2025. സോ ആ ഒരു 2025 നടന്ന എക്സാമുകളിൽ കിട്ടാത്തവർക്ക് ഇപ്പോൾ ഈ ഒരു 2026 നല്ലൊരു അവസരമാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.